ഇതിൽ ഒരു ഒരു തെറ്റായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അത് തെറ്റായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെയുള്ള അലിഗേഷൻ ദിലീപിനെതിരെ ഉണ്ടായിരുന്നു. ദിലീപിനെ പൂട്ടണം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് അങ്ങനെയായിരുന്നു. ആ ഗ്രൂപ്പ് ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ദിലീപാണ്, അല്ലെങ്കിൽ ദിലീപിന്റെ സഹായത്താൽ ഉണ്ടാക്കിയതാണ് എന്നൊരു അലിഗേഷൻ, ഒരു ആരോപണം ദിലീപിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും തെളിയിക്കാൻ പ്രോസിക്യൂഷനോ അന്വേഷണ സംഘത്തിനോ കഴിഞ്ഞില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. ആ ഗ്രൂപ്പിൽ പറഞ്ഞ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത ആളെ പോലും ഒരു സാക്ഷി എന്ന നിലയിൽ വിസ്തരിക്കാൻ തുനിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അതിൽ പി സി വിഷ്ണുനാഥ്, എം പി നികേഷ് കുമാർ, അവർ മറ്റു മാധ്യമ പ്രവർത്തകർ, ഒരുപാട് പേരുടെ പേരുകളുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ ചോദിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ വിധി ന്യായത്തിൽ പറയുന്നുണ്ട് കോടതി. വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അറസ്റ്റിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ പോലും കോടതി വളരെ മൈന്യൂട്ടായി നോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് മുഖവിലേക്ക് എടുത്തില്ല? അത് ആദ്യ ഭാഗത്ത് തന്നെ അങ്ങനെ ഒരു കോൺസ്പിറസി സംശയിക്കുന്നു ദിലീപ് പറഞ്ഞെങ്കിലും അതിലേക്ക് അന്വേഷണം പോയില്ല. അത് ഒരു കംപ്ലൈന്റായി നൽകിയിട്ട് പോലും അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ജയിലിൽ ഫോൺ ഉപയോഗിച്ചത് പൾസർ സുനി, ഒന്നാം പ്രതിയായ പൾസർ സുനിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, അതിനുശേഷം ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തെറ്റായി ഉണ്ടാക്കി എന്ന് പറയുന്ന ഭാഗം, അവിടെയൊന്നും ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പ്രതികരണങ്ങൾ വലിയ ആത്മവിശ്വാസമുണ്ട് എന്ന് ഇന്ന് രാവിലെ പോലും പറഞ്ഞ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ, അല്ലേ? പ്രോസിക്യൂഷന് പൂർണ്ണമായും തെളിവുകൾ ഹാജരാക്കുന്നതിലും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിലും വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തലും നിരീക്ഷണവും ഒക്കെ. അത് അക്കമിട്ട് കോടതി നിരത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ദിലീപും അതോടൊപ്പം പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞതും, അതോടൊപ്പം തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, അങ്ങനെ കുറേയേറെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും നിലനിൽക്കുന്നില്ല. ആ തെളിവുകളൊക്കെ വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ഡയറക്റ്റായി കണക്ട് ചെയ്യുന്ന ഒരു തെളിവുമില്ല എന്നാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന സംഘത്തിന്റെ കണ്ടെത്തലിനെതിരെ കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗോവയിൽ ഒരു അറ്റംപ്റ്റ് നടന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പൾസർ സുനി ഈ നടിയെ ആക്രമിക്കാൻ വേണ്ടി ഗോവയിൽ വെച്ചൊരു ശ്രമം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ആ ഗോവയിൽ പൾസർ സുനി താമസിച്ച ഹോട്ടലിലെ രേഖകൾ, രജിസ്റ്റർ അടക്കം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ ആ രജിസ്റ്ററിലും മഹസറിലും പൊരുത്തക്കേടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവിടെ നടന്നിട്ടില്ല എന്നാണ് കോടതിക്ക് മനസ്സിലാവുന്നത്. അതിലൊരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, ഇതിൽ ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഊഹാപോഹങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒപ്പം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടി ഇതുവരെ ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്ന് വളരെ പ്രാഥമികമായ ചോദ്യം കോടതി ചോദിക്കാൻ സ്വാഭാവികമാണ്. അത്തരത്തിലൊരു അറ്റംപ്റ്റ് ആണ് എങ്കിൽ അതിനൊരു പരാതി ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരാതി പോലും ഇല്ല എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, പ്രോസിക്യൂഷൻ നടത്തിയ ഓരോ കാര്യങ്ങൾ ഡിഫൻസ് പ്രതിഭാഗം അതിനെ ഗണ്ണിച്ചതും അതോടൊപ്പം തന്നെ കോടതി അതിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടും ഒക്കെയാണ് ഈ വിധിപ്പകർപ്പിൽ ഉള്ളത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായി തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനം ഇല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം എന്നാണ്. ഒരു തെളിവും ദിലീപിനെതിരെ നിലവിൽ കാര്യമായിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പ്രദീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.